ആഷിക്കേ, എനിക്ക് ആഷിക്കിന്റെ നമ്പർ ഇല്ലായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പിന്നെ ഇപ്പൊ തപ്പിയെടുത്തില്ലേ, അന്നേരം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ അടൂര് വന്നപ്പോ ഭയങ്കര പ്രസംഗിക്കുന്ന കേട്ടല്ലോ, ഭയങ്കരമായിട്ട്. ഞാനെന്തോ പിന്നെ ആഷിക്കിന്റെ ഉമ്മയുടെ പ്രായമല്ലേ ഉള്ളൂ എനിക്ക്. ഇയാൾക്ക് എന്നെ എടീന്ന് വിളിക്കാൻ നാണമുണ്ടോ? ഞാൻ ഉമ്മായും വാപ്പായും വിളിക്കുന്നത് സമൂഹത്തിലുള്ള മാന്യമായിട്ട് നടക്കുന്നവരെ ഒന്നും വിളിച്ചേക്കരുത് കേട്ടോ. ഞാൻ ഇയാളെ കുറെ നാൾ കൊണ്ട് കാണുന്നതല്ലേ. ഞാൻ എന്താ, എല്ലാവരും ഒരു ടീമായിട്ട് നിന്നതല്ലേ. ഇപ്പൊ സേവിയറിന്റെ വാലും കടിച്ചു പോകണേ സേവിയറിന്റെ വാലും കടിച്ചങ്ങ് പൊക്കോണം. എന്റെ ടീമിൽ കയറി കളിച്ചേക്കരുത്. ഞാൻ മുട്ടുകാല് തല്ലി ഒടിക്കും. സേവിയറിന്റെ ഇയാടെ മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കും. അവന് കൂടി വന്നാൽ രണ്ടുപേരെ കാണത്തുള്ളൂ അവന്റെ ബോഡി ഗാർഡായിട്ട് വരാൻ. പക്ഷെ ഞാനുണ്ടല്ലോ 25-50 പേരുമായിട്ട് ഞാൻ വരും. പറഞ്ഞ കേട്ടല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോ, കളിക്കുന്നവ സൂക്ഷിച്ചു വേണം. സേവിയർ 9ാമത്തെ കമ്പനിയാണ് മണിരയ. മണിരയ്ക്കകത്ത് ലാസ്റ്റ്, അതിനകത്തിൽ ഇനി ലാസ്റ്റ് കളിച്ചാൽ മതി. അവന് ഒരു നെറ്റ്വർക്കും ചെയ്യാൻ അനുവദിക്കത്തില്ല. എന്റെ ടീമിനെ വെച്ച് നീയൊക്കെ എവിടൊക്കെ പ്രോഗ്രാം എടുത്തോ ഞാൻ അവിടൊക്കെ വരുവടാ. ഞാൻ അങ്ങേര് എന്നെ വെല്ലുവിളിച്ച് എന്റെ ടീമിലുള്ളവരെ മൊത്തം പേരെയും കൊണ്ടുപോകുന്നു. അവൻ കൊണ്ടുപോക്കോട്ടെ, അവന് തികയാതെ കിടക്കുവല്ലേ. അവന് 4.5 കോടി കിട്ടി. അവൻ സ്വന്തം ഭാര്യയും മക്കളെയും വിറ്റ് ജീവിച്ച സേവിയർ വെള്ളേത്തറ. അവൻ ആരെയാ പിന്നെ വിൽക്കാത്ത? നിന്നെ വിൽക്കുവാടാ, നിന്റെ വീട്ടിലുള്ളവരെ അവൻ വിൽക്കും. സൂക്ഷിച്ച് ജീവിച്ചു. പറഞ്ഞു കേട്ടല്ലോ, നിനക്ക് എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ. സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം, ആരോടാന്ന് വെച്ചോണം. ഞാൻ രാധയാ, ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാടാ. അല്ലാണ്ട് സേവിയറിന്റെ കൂടെ 1000 തന്തയ്ക്ക് പറഞ്ഞ തന്തയില്ലായ്മ ഞാൻ കാണിച്ചില്ല. അവന്റെ കൂടെ അവൻ കാണിക്കുന്നോട്ട് നീ പൊക്കോണം. മേലിൽ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ വേണ്ടയ്ക്ക് കുതിര കയറാൻ വന്നാൽ നിന്റെ കൈയും കാലും ഒടിച്ച് ഞാൻ കാക്കയ്ക്ക് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് പറഞ്ഞു കേട്ടല്ലോ, ആവശ്യമില്ലാതെ വഴക്കിന് വരരുത്. ഞാൻ നിനക്ക് വേണ്ടിയിട്ടൂടാടാ സംസാരിച്ചത്. ഞാൻ നിനക്ക് വേണ്ടിയിട്ടും കൂടാ സംസാരിച്ചത്. അവൻ നീ വീഡിയോ എടുത്തപ്പോ ചൂണ്ടിക്കാണിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് പുറകിലും കണ്ണുണ്ടടാ, ഞാൻ കണ്ട്. നീ അങ്ങ് കാണിച്ചു കൊടുത്താ എന്നെ എന്തോ ചെയ്യാനാ സേവിയർ? എന്നെ ഒന്നും ചെയ്യത്തില്ല. സേവിയറും റാബിയൊന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ അവന്മാർക്കൊന്നും കൊടുക്കാനും ഇല്ല. എനിക്ക് അവന്മാർ ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. അവൻ റിക്വസ്റ്റ് ചെയ്ത് കോട്ടയം ടീമിൽ നിന്ന് എന്നെ കൊണ്ടുവന്ന് അവന്റെ മോന്റെ ലെഗിലിട്ട് ഞാൻ മോന് വരുമാനം ഉണ്ടാക്കി കൊടുത്തു. ലക്ഷങ്ങൾ. അവന് ലക്ഷങ്ങളും കോടികളും കിട്ടിയപ്പോൾ തുച്ഛമായ വരുമാനമല്ലേ നിനക്ക് കിട്ടിയുള്ളൂ. നീ എന്തിനാ പിന്നെ പലയിടത്തോട്ട് ടീം മാറി 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 കയറിയ? എന്തിനാ? വരുമാനം കിട്ടാഞ്ഞിട്ടല്ലേ? കഷ്ടപ്പെട്ടാങ് വരുമാനം. എടാ, നീയൊക്കെ കഷ്ടപ്പെടാതെ വരുമാനം മേടിക്കാനല്ലേ മോഹന വാഗ്ദാനങ്ങളും പറഞ്ഞ് എൻ്റെ ടീമിലുള്ളവരെ പിടിക്കുന്നത്. 3.5 ലക്ഷം ആൾക്കാർ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു ഈ ബയോട്ടോറിയത്തിൽ. അവിടെ പോയി പിടിക്കടാ. പാവപ്പെട്ട എൻ്റെ നേരെ എന്തിനാ വരുന്നേ? എൻ്റെ ഉപജീവന മാർഗം ഇവിടെ. എൻ്റെ കഞ്ഞിക്കകത്ത് മണ്ണ് വാരിയിട്ട ഞാൻ ഒരവനെയും വെറുതെ വിടത്തില്ല. കേട്ടിട്ടുണ്ടോ നീ പെണ്ണൊരുമ്പെട്ടായിരുന്നു? കേട്ടിട്ടില്ലെങ്കിൽ നീ ഇപ്പൊ അറിഞ്ഞോണം. മേലിൽ അനാവശ്യമായിട്ട് എന്നെ വന്ന് എൻ്റെ ടീമിൽ വന്ന് എൻ്റെ ടീമിലുള്ളവരെ മോഹന വാഗ്ദാനങ്ങളും പറഞ്ഞ് നീയും ആ പരട്ട സേവിയറും കൂടെ ഇനിയും മേല കളിച്ചാൽ ഞാൻ ഇതിന്റെ അങ്ങേ അറ്റം വരെ പോകും. പറഞ്ഞു കേട്ടല്ലോ. എവിടെല്ലാം എനിക്ക് പോകാം അവിടെ എല്ലാം വരും. നീ ഒന്നും കേരളത്തിൽ നീ ഒരു മീറ്റിംഗ് എടുക്കത്തില്ല. നീ എന്നെ എടിപൊടിന്നൊന്നും വിളിച്ച് ഇറങ്ങിപ്പാ. നീ പറയാൻ ആരാടാ? നിന്റെ വീട്ടിലുള്ളവരുണ്ടാക്കിയാണോടാ PWD റെസ്റ്റ് ഹൗസ്? ആണോടാ? നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോൻ സേവിയറിനോ? സേവിയർ പോയിരിക്കുക, ഇറങ്ങിപ്പോന്നു. സേവിയർ ആരാടാ പറയാൻ? സ്വന്തം ഭാര്യ കിടപ്പറയിൽ നടക്കുന്ന പ്രൈവസി ആയിട്ടുള്ള കാര്യം പോലും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് ആ സഹതാപം ഏറ്റുവാങ്ങി 4.5 കോടി മേടിച്ച് ആ പരട്ട സേവിയർ പറയുന്നത് കേട്ട് നീ എൻ്റെ അരികെ വന്ന ആഷിക്ക, നീ അല്ല ഞാൻ, സേവിയറും അല്ല ഞാൻ. കേട്ടല്ലോ. എനിക്ക് റാഫി സാറിനോട് ഒന്നും പറയാനില്ല, കാരണം ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ നീയും അവനും കൂടെ ചേർന്ന് നയിക്കുന്ന ഈ കളിയുണ്ടല്ലോ. എടാ, നീ കൊണ്ടുപോയ ആരെ കൊണ്ടുപോകാനാ? നീ കൊണ്ടുപോയാൽ ആ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആ പാരട്ട കള്ളനെ കൊണ്ടുപോയിരിക്കും. പിന്നെ സജി, തവള സജിയെ കൊണ്ടുപോയിരിക്കും. അതുകൂട്ട് അവർ കൊണ്ടുവരുന്നത് കുറച്ച് പേരെയല്ലേ നീ കൊണ്ടുപോകത്തുള്ളൂ. നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ ഇവരെയൊക്കെ. പക്ഷെ ഇനി എൻ്റെ ടീമിലുള്ള ഒരാളെങ്കിലും വെച്ച് നീ എവിടെങ്കിലും കേരളത്തിൽ നീ മീറ്റിംഗ് വെച്ചാൽ ഞാൻ അവിടെ വരും. അന്നൊക്കെ നിന്റെ അവസാനമായിരിക്കും. നീ ഒന്നും പിന്നെ കേരളത്തിൽ നേരെ നടന്ന് ചൊവ്വേ നേരെ നടന്ന് നീ ഒന്നും മീറ്റിംഗ് എടുക്കത്തും പ്രോഗ്രാം എടുക്കത്തില്ല. നീ ആരാ? 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആ സേവിയറിന്റെ PhD കാരനോ? ആണോ? ഒരു വാക്ക് പോലും പറയാൻ അറിയാൻ വയ്യാത്ത അവന്റെ കൂടെ നിന്നെ കണ്ടോണ്ടാണോ ഇപ്പം അങ്ങേര് വലിയ ആളാവുന്നത്? അങ്ങേരോട് നീ പറഞ്ഞേരടാ. സ്വന്തം ഭാര്യയും മക്കളെയും വിറ്റ് പൈസ 4.5 കോടി ഉണ്ടാക്കിയവൻ ഇനി ആരെ വേണേലും വിൽക്കും. ഇനി ആരെ വേണേലും മണിരേഖക്കകത്തൂടെ ബാക്കിയുള്ളവരെ വിൽക്കട്ടടാ. നീ എൻ്റെ ഇരിക്കെ വലിയ മൂപ്പിച്ചോണ്ട് വരരുത് കേട്ടോ. പറഞ്ഞു കേട്ടല്ലോ. എൻ്റെ ഇരിക്കെ സംസാരിക്കാൻ നിനക്ക് എന്തോ യോഗ്യതയാടാ ഉള്ളത് എന്നോട് സംസാരിക്കാൻ? നീ ആദ്യം നിന്നെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര പേരെ ഇപ്പൊ പറ്റിച്ച് എടുത്തോണ്ടിരിക്കുവോ നീ? നീ കാവാലം സുരേഷിനെയും ഇവനെ അവനെയൊക്കെ കൊണ്ടുപോയ അവനെയൊക്കെ വേസ്റ്റ് ആയിരുന്നടാ എൻ്റെ ടീമിൽ. അവനെ ഞാൻ കൊണ്ടുപോക്കോ. പിന്നെ കുറെ വാലാട്ടി കുറെ പെണ്ണുങ്ങൾ വരുമായിരിക്കും. കാരണം ഉണ്ടല്ലോ, എവിടെയെങ്കിലും കാണാൻ കൊള്ളാവുന്നവനുണ്ടെ ഈ
പിന്നെ എന്തോ അവന്റെ പേരെന്തോ സുരേന്ദ്രനെ പോലുള്ളവരൊക്കെ വാലും പൊക്കി നടക്കും. അതുകൊണ്ട് എനിക്ക് വേണം, എനിക്ക് നേരായ മാർഗത്തിൽ കൂടെ അന്തസ്സായ രീതിയിൽ എനിക്ക് വരുമാനം മേടിക്കാറ്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, നീയൊക്കെ വലിയ ചിലക്കരുത് കേട്ടോ. എവിടെയെങ്കിലും വരുവാണ്, ഇനിയും വരുവാടാ നീ മീറ്റിംഗ് വെക്കുന്നിടത്ത്, നീ എന്നെ വെല്ലുവിളിച്ചോ, നീ എനിക്ക് പറഞ്ഞ സ്ഥലം ഞാൻ വരാം, നീ എന്നെ എന്തോ ചെയ്യാനാന്ന് എനിക്കൊന്ന് കാണണം. പന്നനെ. No, 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 no.